കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തം നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് ഒരു ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് വലിയ അപര്യാപ്തതകളിലേക്കാണ്. നമ്മുടെ ആശുപത്രികളിലുള്ള മെഡിക്കൽ കോളേജുകളിലെ, അതുപോലെ തന്നെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ആശുപത്രികളിലെ അപര്യാപ്തതകൾ പലതുമുണ്ട്. അവിടെ 5 രോഗികളുടെ ജീവൻ പൊലിഞ്ഞു ഇന്നലെ. അവിടെ ICU കിടന്നവരാണ്. അവിടെ ഷോർട്ട് സർക്യൂട്ട് വന്നു പോലും. അതിൽ നിന്നുള്ള പുകയുണ്ടായി, തീപിടുത്തം ഉണ്ടായി. ആ പുക മുഴുവൻ അവിടെ വ്യാപിച്ചു. ശ്വാസം ഇല്ലാതെ കിടക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അവർക്ക് പുകയും കൂടെ കിട്ടിയാൽ എന്ത് ചെയ്യും? പുക ശ്വസിച്ചാണ് ഈ 5 പേരും മരണപ്പെട്ടതെന്ന് ഉള്ള ആക്ഷേപമുണ്ട്. ഏതായാലും അവരുടെയൊക്കെ മൃതദേഹങ്ങൾ നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം അവർക്ക് എങ്കിലേ നഷ്ടപരിഹാരം കിട്ടൂ. അതെല്ലാവരും ചിന്തിച്ചോണം. അല്ലാതെ അറുത്ത് മുറിക്കാനൊന്നും പാടില്ല, ഞങ്ങളങ്ങ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒന്നും അവസാനം അത് നിങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ നഷ്ടപരിഹാരം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്, അത് ഇല്ലാതായി പോകും. ഞാൻ ഇത് പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. ഇവിടെ ഈ എന്തുകൊണ്ട് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, അതുമൂലം ഈ ദുരന്തം ഉണ്ടായി, ഇത് നമ്മളന്ന് ആലോചിക്കണ്ടേ? എന്തായാലും ഒരു ഇലക്ട്രിക്കൽ വിങ് മെഡിക്കൽ കോളേജിൽ കാണുമല്ലോ. യവന്മാരുടെയൊക്കെ ജോലി എന്താണ്? ഇത് ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നിർബന്ധമായിട്ട് ആ ഇലക്ട്രിസിറ്റിയുടെ ആ കണക്ഷനുകൾ, അതേപോലെ അങ്ങനെയുള്ള അവിടുത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അത് പരിശോധിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഈ 2 ദിവസം കൂടുമ്പോഴെങ്കിലും, ആഴ്ച തോറും പരിശോധിച്ചാൽ പോരാ. കാരണം ഇത് എപ്പോൾ ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന ആ ദുരന്തം, ഒരുപാട് കെട്ടിടങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ തകരുന്നുണ്ട്. ഈ രീതിയിൽ ഒരുപാട് അപായങ്ങൾ ഉണ്ടാകുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്ന് പറയും. കിടന്ന് ഉറങ്ങുന്നവർക്ക് അവർ വീട് കത്തി മരിക്കുന്നു ചിലപ്പോൾ, അത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. ഇലക്ട്രിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഇലക്ട്രീഷ്യനെ വിളിച്ച് ഓരോരുത്തരും ഇത് പരിശോധിപ്പിക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അതുപോലെ സർക്യൂട്ട് ബ്രേക്കർ അത് നിർബന്ധമായിട്ട് വെച്ചിരിക്കണം. ഇവിടെ ഇത് ഇലക്ട്രിസിറ്റി അങ്ങ് പോയി, അപ്പോൾ ലിഫ്റ്റ് ഒന്നും വർക്ക് ചെയ്തില്ലല്ലോ, പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവിടുന്ന് ആളുകളെ അവസാനം ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗി, അത് കഷ്ടപ്പെട്ട മരിച്ച കേട്ടോ, 1/2 മണിക്കൂർ കൊണ്ട് മരിച്ചുപോയി. കാരണം അവിടുന്ന് ഇറക്കിക്കഴിഞ്ഞാൽ വെന്റിലേറ്റർ കിടക്കുന്ന ഒരു രോഗിയെ വെളിയിൽ ഇറക്കിക്കഴിഞ്ഞാലുള്ള കുഴപ്പം നടന്നറിയോ? വെന്റിലേറ്റർ റിമൂവ് ചെയ്തിട്ടല്ല അവിടെ ഇറക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല അവിടെ ആ റാമ്പൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ മുഴുവൻ വേസ്റ്റ് മെറ്റീരിയൽസ് കീപ്പ് ചെയ്തേക്കുവാന്ന്. അവസാനം അതെല്ലാം മാറ്റിയിട്ട് വേണം ആളുകളെ വെളിയിൽ കൊണ്ടുവരാൻ. ഇപ്പോൾ ഇതിനെ പെട്ടെന്ന് റിമൂവ് ചെയ്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ, അതേപോലുള്ള ഫെസിലിറ്റി ഉള്ള ആംബുലൻസിനകത്ത് കയറ്റിയിരുന്നെങ്കിൽ അത് രക്ഷപ്പെട്ടേനെ, ജീവിച്ചിരുന്നേനെ കേട്ടോ. അത് ആ വെന്റിലേറ്റർ സഹായം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ? നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന മീനുണ്ടല്ലോ, അതിനെ പിടിച്ച് കരയിലിട്ടാൽ എത്ര നാൾ നേരം കിടക്കും? അത് തന്നെയാണ് സംഭവിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാതെ വേറെ യാതൊരു കാര്യവും അതിനകത്തില്ല. ഈ രീതിയിലാണ് പോകേണ്ടത്. പക്ഷേ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ഒരു ശ്രദ്ധയൊന്നുമില്ല. ഇത് പല ആളുകളെ, ഒരു 30 പേരെ ഈ മെഡിക്കൽ കോളേജിൽ കിടന്ന, ICUവിൽ കിടന്ന 30 പേരെ മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അവർക്ക് ഭാരിച്ച ചിലവ് അവർക്ക് എങ്ങനെ താങ്ങാൻ പറ്റും? അവർ മെഡിക്കൽ കോളേജിലേക്ക് വന്നത് അവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം അവിടെ ഉള്ളത് കൊണ്ട് അത് കിട്ടുന്നതിന് വേണ്ടിയാണ്. അത് കിട്ടാതായാൽ അവരെന്ത് ചെയ്യും? അവർക്ക് പാവങ്ങളാണ്. ഈ 30 പേര് അവിടെ കിടക്കുന്ന മറ്റേ ആശുപത്രി കിടക്കുന്നവരുടെ യഥാർത്ഥത്തിൽ അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണം. സർക്കാരിൻ്റെ ബാധ്യതയാണത്. അത് നിർബന്ധമായിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഈ രോഗികൾ, ഈ 30 രോഗികൾ മറ്റ് പ്രൈവറ്റ് ആശുപത്രി പോയ ആളുകൾ, അവരുടെ ചികിത്സാ ചെലവ് ഗവൺമെൻറ് വഹിക്കണം. അതാ വേണ്ടത്. അതേപോലെ തന്നെ ഇനി മേലാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാതെ ഒന്ന് നോക്കണം. അല്ലാതെ യൂണിയൻ കളിയൊന്നും അല്ല ഈ മെഡിക്കൽ കോളേജുകളിൽ വേണ്ടത്. യൂണിയൻ്റെ കളിയൊക്കെ അവിടെ ഇരിക്കട്ടെ, വല്ലവനെ എടുത്തിട്ട് അടിക്കുന്നതും പിടിച്ചു കൊള്ളുന്നതും ഒക്കെയാണ് അവിടെ പലപ്പോഴും യൂണിയനുകൾ തമ്മിൽ ചെയ്യുന്ന പണികൾ. അതൊന്നും അല്ല വേണ്ടത്. അവിടെ ആ മെഡിക്കൽ കോളേജിൽ നോക്കണം, നിർബന്ധമായിട്ടും ഓരോ വാർഡുകൾ മെഡിക്കൽ വാർഡായാലും സർജിക്കൽ വാർഡായാലും ഓപ്പറേഷൻ തിയേറ്ററുകളായാലും അതേപോലെ തന്നെ ഈ ICU ആയാലും, ICUവിലൊക്കെ എപ്പോഴും നോക്കേണ്ടതാണ് ഇത് ഇലക്ട്രിസിറ്റി പ്രോബ്ലം. അവിടെ എന്നും ഒന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഈ ICU എന്ന് പറയുന്നത് AC വർക്ക് ചെയ്യേണ്ടത് കൊണ്ട് അതെപ്പോഴും അടഞ്ഞു കിടക്കും. അവിടുന്ന് ആരെയും പുറത്തുനിന്നുള്ള ആരെയും പോലും അതിനകത്ത് കയറ്റത്ത് പോലും ഇല്ല.
പ്രത്യേകിച്ച് വെന്റിലേറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ ആണെങ്കിൽ അവരെ പ്രത്യേക സെല്ല് പോലെ അവിടെ ആണ് കിടത്തുന്നത്. അവിടെ ഇതുപോലെ പുക വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അവരെല്ലാം മരിച്ചു പോവും. കുറ്റമല്ല, ഞാൻ പറഞ്ഞില്ലേ, അവരെ ഈ വെള്ളത്തിൽ നിന്ന് പിടിച്ച് മീനിനെ കരക്കിട്ടാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെ ഇരിക്കും. അങ്ങനെ ആകരുത്. ഇനി ഒരു ജീവൻ പോലും ഇതുപോലുള്ള ഒരു ദുരന്തം ഉണ്ടായി പൊലിയരുത്. ആ ദുരന്തം ഉണ്ടാകാതെ നമ്മൾ നോക്കണം. പിന്നെ ഇങ്ങനൊരു അഥവാ ചിലപ്പം അപകടം പറ്റും, ഒരു ആക്ട് ഓഫ് ഗോഡ് എന്ന് നമുക്ക് പറയാം, കയ്യബദ്ധം അല്ലെങ്കിൽ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, അപ്പോൾ അതുപോലെ ഓരോ മെഷീനറി പ്രവർത്തിക്കേണ്ട ഓരോ മെഷീനറി ഉണ്ട്. ഇതിപ്പോൾ ഈ ഇലക്ട്രിക്കൽ കണക്ഷനിൽ ഈ കുഴപ്പം വന്നില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു മെഷീൻ, അതിൽ കൊടുക്കുന്ന കണക്ഷൻ കൊടുക്കുന്ന ഒരു മെഷീൻ, കണക്ട് ചെയ്യുന്ന ഒരു മെഷീൻ, അതിനകത്ത് ഷോർട്ട് സർക്യൂട്ട് വന്നാൽ പോലും ഇതുപോലുള്ള ദുരന്തം ഉണ്ടാവാം. അപ്പോൾ അത് എപ്പോഴും നോക്കണം, ഒരാളുടെ സഹായം എപ്പോഴും അവിടെ നിർബന്ധമായിരിക്കണം, നോക്കി നടക്കണം എവിടെ പ്രശ്നമുണ്ടെന്നുള്ളത്. അതിനു വേണ്ടിയാണ് ആളുകളെ വെക്കേണ്ടത്. അല്ലാതെ യൂണിയൻ കളിക്കാനായിട്ട് ഉമ്മാരെ എടുത്ത് വെളിയിരുത്തിയാൽ പോരാ. ഇതൊന്നുമല്ല വേണ്ടത്. അവിടെ ജോലി ചെയ്യണം. അവിടെ ചെയ്യേണ്ടത് സേവനമാണ്. എപ്പോഴും ജോലി മാത്രമല്ല, ഒരു ജോലിയായിട്ട് മാത്രം എടുക്കരുത്. ഒരു സേവന മനസ്ഥിതിയുള്ള ആളുകളും ഇത് നോക്കാൻ വേണം. അപ്പോൾ എല്ലാ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസും പരിശോധിക്കുക, അതേപോലെ തന്നെ എല്ലാ ഇലക്ട്രിക് കണക്ഷൻസും പരിശോധിക്കുക. അത് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് അത്ര നന്നായിട്ട് നോക്കേണ്ടതാണ്. ആ രീതിയിൽ എപ്പോഴും സജ്ജമായിരിക്കണം. മാത്രമല്ല അവിടെ ഈ പറയുന്നത് പോലുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസ്, അത് മുഴുവൻ ഇൻസ്റ്റലേഷൻസ്, ഇതെല്ലാം ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരാളുടെ സാന്നിധ്യം തന്നെ അവിടെ വേണം. അതിന് ഇത്തിരി പണം ചിലവായാലും കുഴപ്പമില്ല, അത് വേണം. രാഷ്ട്രീയം കളിക്കുന്നതിന് പകരം അതൊക്കെ ഒന്ന് ചെയ്താൽ മതി ആളുകൾ തൽക്കാലം. എങ്കിലും ഈ പാവങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടണം. ഇല്ലെങ്കിലുണ്ടല്ലോ വലിയ ദുരന്തങ്ങൾ ഇതുപോലെ ഉണ്ടാവും. ഈ 5 പേരെ ഉണ്ടല്ലോ ശ്വാസം മുട്ടി മരിച്ചവരാണ് യഥാർത്ഥത്തിൽ. അവർ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. പുക ശ്വസിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പോലും പുകയെന്ന് പറയുന്നത് വളരെ വലിയ അലർജിയാണ്. എനിക്ക് പുക എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും, വലിയ പ്രശ്നമാണ്. അപ്പം അത് ഞാൻ മനസ്സിലാക്കുമ്പോഴായി എനിക്കിതിൻ്റെ ആ കാഠിന്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ ആകരുത്. ഇതുപോലുള്ള അശ്രദ്ധ, വാതിലവസാനം ചവിട്ടിപ്പൊളിച്ചൊക്കെ ആണ് ഇവരെയൊക്കെ പുറത്തോട്ട് കൊണ്ടുവന്നത്. അതിന് പോലും ഉള്ള മാർഗങ്ങളില്ല. അത് മുൻകൂട്ടി കാണണ്ടേ? ഒരു കലാമിറ്റി, ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു അപകടം ഉണ്ടായാൽ ആ രീതിയിൽ അപ്പോൾ ഇവരെ പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള സംവിധാനം എപ്പോഴും സജ്ജമായിരിക്കണം. അതുപോലും അവിടെ ഇല്ലായിരുന്നല്ലോ. അങ്ങനെയുള്ള സംവിധാനം പോലും ഇല്ല. ജനങ്ങൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഇതവരെ തെളിക്കൊണ്ടൊക്കെ വരുന്നത് കണ്ടു. എന്ത് കഷ്ടമായി പോയി. സങ്കടകരമായ കാര്യമാണ് നടന്നത്. ഇനി ഇങ്ങനെയുള്ള ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത്.